പിന്നീട് ഞങ്ങൾ എല്ലാവരും ചേർന്ന ഫുഡൊക്കെ കഴിച്ചേ. കുറെ നാളിന് ശേഷമാണ് എല്ലാവരും കൂടി ചേർന്നിരുന്ന് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഓരോ ടീമിന്റെ ഡെക്കറേഷൻസ് കാണാൻ പോയേ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കുറ്റം പറയണമല്ലോ. പിന്നെ അവര് കേൾക്കാൻ വേണ്ടി അവരെ കുറ്റപ്പെടുത്തി മാനസികമായി അങ്ങ് തകർത്തു. പിന്നെ നേരെ പോയത് 3rd ഫ്ലോറിലെ ഓഫീസിലേക്കാണ്. അവിടുത്തെ ഡെക്കറേഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഇവരുടെ എന്തുകൊണ്ട് അടിപൊളിയായി എന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത ഡിസ്കഷൻ. ഇവർക്ക് തന്നെ ഫസ്റ്റ് ഞങ്ങൾ ഉറപ്പിച്ച്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാം കൂടി ചേർന്നിരുന്ന് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചേ. അതൊക്കെ ഭയങ്കര രസമായിരുന്നേ. അപ്പോഴേക്കും കേക്ക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാൻഡേ ഒക്കെ വന്നു. ഡാൻസ് ഒക്കെ കളിച്ചപ്പോഴേക്കും ഭയങ്കര രസമായിട്ട് തോന്നിയേ. പിന്നീട് നമ്മുടെ സിഇഒയും അദ്ദേഹത്തിന്റെ വൈഫും കൂടി കേക്ക് കട്ട് ചെയ്തു. ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും കരോൾ ഗാനം ഉണ്ടാകണമല്ലോ. ഡാൻസും പാട്ടും എല്ലാം അടിപൊളിയായിരുന്നേ. അതെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തേ. ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം ഡാൻസ് കളിക്കണമെന്നൊക്കെ. പക്ഷെ ഒരു ചെറിയ ഇൻവെർട്ടർ ആയതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീംസിലൊക്കെ വന്നിട്ട് കോമ്പറ്റീഷനെ പറ്റി ഇവർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കുള്ള കേക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയത്. പിന്നെ നേരെ പോയി സിഇഒയുടെ അടുത്തുനിന്ന് കേക്കും വാങ്ങി തിരിച്ചു വന്നപ്പോഴേക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അനൗൺസ് ചെയ്യാൻ പോകുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വട്ടത്തിൽ മൂഞ്ചി ഗായ്സ്. വേറെ ടീം ജയിച്ചു. അല്ല, ഒരു ഗെയിം ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ശരി, ഹാപ്പി ക്രിസ്മസ്.